ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും സാറ്? അങ്ങനെ ഒന്നുമില്ല. ഈ റിതം സെക്ഷനൊക്കെ കോങ്കോ, തുമ്പ, അങ്ങനെ കുറേ ജാസ് ഒക്കെ ജാസ് അതിന് കൊടുത്ത ജാസും സാധനങ്ങളൊക്കെ. അപ്പം അപ്പോൾ ക്യാമറ അന്ന് പിന്നെ മദ്രാസ് ബോയ്സിന് 1-2 ആൾക്കാരോട് ഇത് വായിക്കുന്നത്. അപ്പോൾ അവരെ കൂടെ ഇരുന്ന് കണ്ട് അതിൻ്റെ കുറേ നമ്പേഴ്സ് പഠിച്ച്, അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് പോകുമ്പോൾ അവർ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ബദലായിട്ട് അങ്ങനെ ക്യാമറ വള്ളൊക്കെ അങ്ങനെ കുറേ കാലം ക്യാമറ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ അത് ഇല്ലാതെ ആയല്ലേ. പിന്നെ അത് എന്താ വെച്ചാൽ പിന്നെ സർവത്ര ഇതായിപ്പോ പിന്നെ അവസാനം ബോറായി തുടങ്ങിയത്. അവസാനം നമ്മളെ ഇവിടുത്തെ പിന്നെ ഇവരില്ല എന്തായിരുന്നു നമ്മുടെ കോഴിക്കോട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന മിഠായി തെരുവാണോ? അല്ല, മിഠായി തെരുവിലായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, സ്ത്രീകളുടെ ഫെമിനിസ്റ്റുകളായിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു കോഴിക്കോടുണ്ടായിരുന്നു. അവരെല്ലാം കൂടി കല്ലെറിഞ്ഞ എല്ലാം കൂടി നിർത്തിച്ചത്. ബോറായിരുന്നു അവസാനം കേട്ടോ. ഭയങ്കര ബോറായിരുന്നു. പിന്നെ ഹോട്ടലുകാർ തമ്മിൽ മത്സരമായി. അതാണ് ആദ്യം വളരെ നീറ്റായിരുന്നു, പിന്നെ ഹോട്ടലുകാർ തമ്മിൽ മത്സരമായി. പറയണ്ട, വൈകുന്നേരം 6 മണിക്ക് തുടങ്ങും. പിന്നെ ഈ ഉത്സവ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ. അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു മൂവിയില് പിന്നെയും എന്ന് പറഞ്ഞ മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ പിന്നെയും അല്ല, അതിന്റെ മുമ്പിൽ താഴത്തെ കഥാപുരുഷൻ എന്ന് പറഞ്ഞ സിനിമ ആദ്യം ചെയ്തത്. കഥാപുരുഷൻ എന്ന സിനിമയായിരുന്നു. അടൂർ സാറിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ കെ മധുവിൻ്റെ പടത്തിന് പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇയാളെ മറ്റേ മമ്മൂട്ടീനെ കാണിച്ച് എന്നിട്ടാണ് ഇതായിരുന്നത്. പക്ഷെ അടൂർ സാറിൻ്റെ ഇത് വരുമ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ, അടൂർ സാറിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന മരിച്ചാൽ എനിക്ക് ഞങ്ങളെ തമ്മിൽ ഒരു പരിചയമില്ലൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും, നോക്കാൻ പിടിക്കാൻ അവിടെ വെക്കും. പിന്നെ ഈ ഓണം ഇതൊക്കെ വരുന്ന സമയത്ത് ആശംസകൾ എഴുതിയിട്ട് കാർഡ് വിടും. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും തുറന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അങ്ങനെ വിളിച്ച് തിരുവനന്തപുരം വരാൻ വേണ്ടി പറഞ്ഞു. അപ്പം വന്നിട്ട് എൻ്റെ കുറേ ഫോട്ടോ കക്ഷി തന്നെ സ്വന്തം സ്റ്റിൽ ഫോട്ടോ കുറേ എടുത്ത്, എന്നിട്ട് താടി അന്ന് കുറ്റി രോമങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്നും പഠിക്കണ്ട, ഞാൻ നിങ്ങളുടെ വിളിക്കുമ്പോൾ വന്നാൽ മതി പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിളിക്കുന്നു, കറക്റ്റ് ഞാൻ രാവിലെ എത്തുന്നു, വൈകുന്നേരം ഷൂട്ട്, 2 ദിവസം ഷൂട്ട് ചെയ്യുന്നു. അപ്പം തന്നെ നമ്മളെ വണ്ടി കൂടെ എടുത്തുകൊണ്ട് വിടുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇവർ ഇതിൻ്റെ മുമ്പേ ആ ആക്ടറെ കുറിച്ചിട്ട് ആ ക്യാരക്ടറെ കുറിച്ച് പഠിച്ച് സ്റ്റഡിയാക്കി, പിന്നെ വളരെ ആ ക്യാരക്ടറെ കുറിച്ചുള്ള ഫുൾ ബോധത്തോടു കൂടി തന്നെയാണ് ഇങ്ങനത്തെ ഡയറക്ടേഴ്സ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സാമ്പത്തികം എങ്ങനെ വെച്ചാൽ പിന്നെ അങ്ങേരാണ് ചെക്ക് എഴുതിയിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡ് തന്നെ നിങ്ങളിങ്ങനെ എത്രാം തീയതി വന്നുകൊണ്ട് എൻ്റെ പടം ചെയ്ത് വളരെ നന്നായിട്ടുണ്ട്, വളരെ ഉപകാരം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ലെറ്ററൊക്കെ അയച്ചിട്ട് എനിക്ക് അയച്ചു തന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സംഭവം. അത് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്തൊരു പടത്തിന് പിന്നെ ഏതൊരു പടം വേറെ ഏതൊരു പടം കൂടി അതിന് ശേഷമാണ് പിന്നെ ദിലീപിൻ്റെ പടം ചെയ്യുന്നത്. അതിവിടെ ഒരു എന്താ ഫസ്റ്റ് ഇവൻ്റ് അങ്ങനെ വന്നപ്പം പെട്ടെന്ന് കണ്ടപ്പം പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു പടം ഉണ്ട്, ഞാൻ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അത് ഇതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാ നമ്മളെക്കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കിയതിന് ശേഷമാണ് അങ്ങനെ വിളിക്കുന്നതും. ടപ്പ് 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 എന്ന് പറഞ്ഞ സംഗതി കഴിഞ്ഞു. അവരെന്താ വെച്ചാൽ എന്തുകൊണ്ട് ഗോപാൽ സാറൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നു, അതങ്ങനെ ആയി വരുന്നു വെച്ചാൽ, ലോകോത്തര സിനിമക്കാരനായി വരുന്നു വെച്ചാൽ അവരത്ര അത് സ്റ്റഡി ചെയ്യുന്നുണ്ട് സിനിമയെ കുറിച്ചിട്ടാണ്. ഇവിടെ പൊതുജനങ്ങളുടെ ഇടയിൽ പടത്തോളം വിജയിക്കുന്നു എന്നുള്ളതല്ല.